നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിപിഎമ്മിനെ വെട്ടിലാക്കി ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ. കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് കോടതിയിൽ തുറന്നു പറഞ്ഞതോടെയാണ് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നത്. അതേസമയം കാസർഗോഡ് ജില്ലാ കലക്ടറേറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2-ന് മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സമാധാന യോഗം ചേരും. പെരിയയിലെ ഇരട്ടക്കൊലപാതകം വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിലെന്നായിരുന്നു സിപിഎം തുടക്കം മുതൽ പറഞ്ഞിരുന്നത്. പോലീസിന്റെയും ഈ നിലപാടായിരുന്നു. പീതാംബരൻ കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് അവകാശപ്പെട്ടിരുന്നു. പാർട്ടിയുടെയും പോലീസിന്റെയും ഈ അവകാശവാദമാണ് പീതാംബരന്റെ മൊഴിയോടെ തകർന്നത്. പോലീസ് ഭീഷണിയെ തുടർന്നാണ് കുറ്റസമ്മതമെന്നായിരുന്നു പീതാംബരന്റെ മൊഴി. ഒസ്തുർഗ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു പ്രതികരണം. ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കൊലവിളി പ്രസംഗം നടത്തിയ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ശക്തമായ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് നടത്തും, അതുപോലെ പാർട്ടി നടത്തും. അതിലുപരി പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും വലിയതായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ നാടിന്റെ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. അടിയന്തരമായി VPP മുസ്തഫയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തയ്യാറുണ്ടോ? അടിയന്തരമായി മുസ്തഫയെ അറസ്റ്റ് ചെയ്യണം യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. കേസന്വേഷണം CBI ഏറ്റെടുക്കുന്നതുവരെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസ് തീരുമാനം. വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണായുധമാക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിറകിലുണ്ട്. വീരപ്പ മൊയ്ലി അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കൾ അടുത്ത ദിവസം തന്നെ കാസർഗോഡ് എത്തും. പാർട്ടി അറിവോടെയല്ല, വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് CPM ആവർത്തിച്ചു പറയുന്നതിനിടെയുള്ള പീതാംബരന്റെ മലക്കമറിച്ചിൽ ശ്രദ്ധേയമാണ്. അതേസമയം ദേശീയ നേതാക്കളെ ഉൾപ്പെടെ ഇറക്കി പ്രതിഷേധം ആളിക്കത്തിക്കാനാണ് കോൺഗ്രസ് നീക്കം. കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം S വിനേഷ് കുമാർ, News 18. പെരിയ ഇരട്ടക്കൊലയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ 48 മണിക്കൂർ നിരാഹാരം ഇന്ന് രാവിലെ 10-ന് ആരംഭിക്കും. കാസർഗോഡ് കലക്ടറേറ്റിന് സമീപമാണ് നിരാഹാര സമരം. VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് നിരാഹാരം നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയം സംബന്ധിച്ച് UDF ഉഭയകക്ഷി ചർച്ച ഇന്ന് കൊച്ചിയിൽ നടക്കും. കേരള കോൺഗ്രസ് എമ്മിന് ഒന്നിലധികം സീറ്റ് നൽകാനാകില്ലെന്ന നിലപാട് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് അനൗപചാരികമായ ചർച്ചകൾ പലവട്ടം നടന്നെങ്കിലും ഔദ്യോഗികമായ ചർച്ചകൾക്ക് ഇന്നാണ് തുടക്കം കുറിക്കുന്നത്. വിവിധ ഘടകകക്ഷികളുമായി വെവ്വേറെ ചർച്ച നടത്താനാണ് തീരുമാനം. രാവിലെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എം കക്ഷികളുമായും ഉച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് ജേക്കബുമായും RSPയുമായും ചർച്ച നടക്കും. മുസ്ലിം ലീഗും മാണിയും ഒരു സീറ്റ് വീതം അധികം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജേക്കബ് വിഭാഗം ഇടുക്കി മണ്ഡലമാണ് ആവശ്യപ്പെട്ടത്. MP വീരേന്ദ്രകുമാർ മുന്നണി വിട്ടതിനാൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റ് ലക്ഷ്യമിട്ടാണ് ഘടകകക്ഷികളുടെ ആവശ്യം. എന്നാൽ അധിക സീറ്റ് എന്ന ആവശ്യം ഒരു കാരണവശാലും പരിഗണിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത് സംബന്ധിച്ച സൂചനകൾ UDF കൺവീനർ ബെന്നി ബെഹനാൻ തന്നെ നൽകിയിരുന്നു. കേരള കോൺഗ്രസ് ഒരു സീറ്റ് കൂടി വേണമെന്നുള്ള ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. ആവശ്യം ഉന്നയിക്കുന്നതിന് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ അവർക്കുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നണിയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നു. ആ മാനദണ്ഡത്തിൽ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും ഇന്ന് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് സീറ്റ് വേണമെന്ന ആവശ്യവും അംഗീകരിക്കില്ല. ഘടകകക്ഷി നേതാക്കളെ കൂടാതെ കോൺഗ്രസിൽ നിന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. News 18 കൊച്ചി. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരള കോൺഗ്രസിനുള്ളിലെ കാറും കോളും KM മാണിക്ക് അന്യമല്ല. പാർട്ടിക്കുള്ളിൽ കലഹിച്ച PJ ജോസഫ് പടക്കിറങ്ങുമ്പോൾ മാണിയുടെ മനസ്സിലിരിപ്പും നീക്കവും എന്താകും? മാണിക്ക് മാനസപുത്രനായിരുന്ന PC തോമസ് ഇറങ്ങിപ്പോയതടക്കം നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ. അപ്പോഴെല്ലാം മാണി കൂട്ടിയും കിഴിച്ചും തന്റെ തട്ട് താഴ്ത്തി. മാണിക്കൊപ്പം കേരള കോൺഗ്രസിന്റെ ആദ്യകാലത്ത് ഒപ്പമുണ്ടായിരുന്ന R ബാലകൃഷ്ണപിള്ള പറയും മാണിയുടെ രാഷ്ട്രീയ കണക്ക്. മാണിയെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാണി ആദ്യം ഒരു തല്ലുണ്ടാക്കും ഇതിനകത്ത്, പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിന് വേണ്ടി. അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാണി നിശ്ചയിക്കും. അതാരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അത്രയുള്ള അതിന്റെ കാര്യം. കോട്ടയം സീറ്റിൽ മാണി മനസ്സിൽ കണ്ടതാരെ? സ്ഥാനാർത്ഥി കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ്
നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. മത്സരിക്കാനില്ലെന്ന് നിഷ പറയുമ്പോൾ പൊതുസമൂഹത്തിലുണ്ടാകുന്ന മതിപ്പ് വലുതാണ്. നിഷയുടെ വാക്കുകേട്ട സ്ഥാനാർത്ഥി മോഹികൾ മാണിയെ വട്ടമിടും. പാർട്ടിക്കുള്ളിലെ പോര് കടുക്കും. അവസാനം മാണി തീരുമാനിക്കും. അപ്പോൾ മാണി പറയുന്ന സ്ഥാനാർത്ഥി ആരാകും? രാജ്യസഭയിൽ കളിച്ച കളി തന്നെ ഇതിലും കളിക്കും. രാജ്യസഭയുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മോഹിപ്പിച്ചു. അവസാനം പറഞ്ഞു മകൻ തന്നെ പോകട്ടെ എന്ന് മാണി തീരുമാനിച്ചു. അതുപോലെ അതേ സംഭവ വികാസമാണ് ലോക്സഭയിലും വരാൻ പോകുന്നത്. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് മണ്ഡലത്തിൽ മൂന്നാം ഊഴത്തിനൊരുങ്ങുന്ന MP MK രാഘവന്റെ അവകാശവാദങ്ങൾക്കെതിരെ LDF. വികസന നേട്ടങ്ങളും ജനപ്രീതിയും അവകാശപ്പെട്ടുള്ള പ്രചാരണം പൊള്ളയാണെന്നാണ് ആരോപണം. MPക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ആദ്യപടിയായി പാഴായിപ്പോയ 10 വർഷങ്ങൾ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. 10 വർഷം കൊണ്ട് നേടിയെടുത്ത ജനപ്രീതിയാണ് പയ്യന്നൂർക്കാരനായ MK രാഘവന് കോഴിക്കോട് മണ്ഡലത്തിലെ മൂലധനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം തുടങ്ങിയ MPക്ക് തടയിടാൻ LDFും കച്ചമുറുക്കി കഴിഞ്ഞു. MP ഫണ്ട് വീതം വെക്കുന്നതൊഴിച്ചാൽ മണ്ഡലത്തിൽ മറ്റു വികസന പ്രവർത്തനങ്ങളിലെന്നാണ് പ്രധാന ആരോപണം. കല്യാണ വീടുകളിൽ മുടങ്ങാതെ എത്തുന്ന MPയെ നിപ്പ കാലത്ത് മണ്ഡലത്തിലെങ്ങും കണ്ടില്ല. പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ MK രാഘവൻ ഇടപെടുന്നില്ലെന്നും എളമരം കരീം MP. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ വിജയാഹ്ലാദത്തിന് മുമ്പിൽ മാത്രം നിന്നാൽ മതിയോ? തോൽക്കുമ്പോഴും വേണ്ടേ? പ്രതിസന്ധി ഉള്ളിടത്ത് വരണ്ടേ? പ്രയാസമുള്ളിടത്ത് കാണണ്ടേ? ജനങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ? ഒരിടത്തും കണ്ടില്ല. RSS നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ ഒരു വാക്കുകൊണ്ടെങ്കിലും എതിർക്കാൻ ഈ 10 കൊല്ലക്കാലം MP എന്ന നിലയിൽ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ പദ്ധതികൾ സ്വന്തമാക്കി അവതരിപ്പിക്കുകയാണ് രാഘവനെന്ന് MV ശ്രേയാംസ് കുമാർ കുറ്റപ്പെടുത്തി. ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്ന് പറയാം, വേറൊരാൾ ചെയ്ത കാര്യം കൂടി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കണ്ടേ. മറ്റു ചിലവർ വളരെ മെനക്കെട്ട് കൊണ്ടുവരുന്ന പരിപാടികൾ തന്നെ സ്വന്തമാക്കുന്ന അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയുന്നില്ല. കാരണം പറയുന്നതിൽ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് തൻ്റേതാക്കി മാറ്റുന്ന അതുപോലുള്ള കാര്യങ്ങൾ ശ്രീ രാഘവന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 2009 വീരേന്ദ്രകുമാർ പോയപ്പോൾ കൈവിട്ട മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് CPM. MK രാഘവൻ നയിക്കുന്ന ജനഹൃദയ യാത്രയിലെ അവകാശവാദങ്ങൾക്ക് എണ്ണി മറുപടി പറയാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയായിട്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. റൈസിംഗ് ഇന്ത്യക്ക് തുടക്കം. തൊഴിലില്ലായ്മ വർദ്ധിച്ചെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 വർഷത്തിനിടെ 6 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു. UPA ഭരണകാലത്ത് രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് കുറവായിരുന്നെന്നും നരേന്ദ്രമോദി ആരോപിച്ചു. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കണക്കുകൾ നിരത്തി പ്രധാനമന്ത്രി മറുപടി പറഞ്ഞു. 2014 ശേഷം 6 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു. ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. മുദ്രാ ലോണിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കർണാടകയിലും പശ്ചിമബംഗാളിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ഉണ്ടാകുന്നില്ല എന്ന പ്രതിപക്ഷം പറയുന്നത് എങ്ങനെയെന്നും നരേന്ദ്രമോദി ചോദിച്ചു. പശ്ചിമ ബംഗാൾ സർക്കാർ कह रही है कि पिछले साल उसने 9 लाख नौकरियां सृजित की है. क्या ये संभव है कि पश्चिम बंगाल और कर्नाटक में नौकरियों के अवसर बन रहे हैं लेकिन भारत में नहीं बन रहे हैं? 2013 സാമ്പത്തിക തളർച്ചയിലായ 5 രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. 2019 ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി മാറ്റാനായി. ആയുഷ്മാൻ പദ്ധതി വഴി രോഗികൾക്കുള്ള പണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. 75,000 കോടി രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലെത്തും. കഴിഞ്ഞ സർക്കാർ വ്യാജ അക്കൗണ്ടുകളിലേക്കാണ് പണം ഒഴുക്കിയത്. 8 കോടി വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഒഴിവാക്കാനായെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. भारत को 2013 तक फ्रेजाइल 5 देशों में पहुंचा दिया गया. फ्रेजाइल 5 से निकल करके फास्टेस्ट ग्रोइंग मेजर इकोनॉमी बन गया. 8 करोड़ ऐसे फर्जी नाम थे जिनके नाम पर സർക്കാരി ലാഭ് ട്രാൻസ്ഫർ കിയാ ജാ രഹാ. എന്ത് സംഭവിച്ചാലും എനിക്കെന്താ നഷ്ടമെന്ന ചിന്തയാണ് രാജ്യത്തിന്റെ പിന്നോട്ടടിക്ക് കാരണം. മാധ്യമങ്ങൾ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം ക്രിയാത്മക വിമർശനത്തിനും തയ്യാറാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
രാജ്യപുരോഗതിക്ക് ആവശ്യം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നേതാവിനെയാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. പ്രതിപക്ഷ കക്ഷികളുടെ മഹാസഖ്യത്തിൽ ആരാണ് പ്രധാനമന്ത്രിയാവുകയെന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ കർഷകർക്ക് 6000 രൂപ നൽകുന്ന പദ്ധതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ആരോപിച്ചു. ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. 4 വർഷത്തെ രാജ്യത്തിന്റെ പുരോഗതി ഉയർത്തിക്കാട്ടിയാകും BJP തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങുമ്പോൾ അത് നിലനിർത്താൻ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നേതാവിനെയാണ് ആവശ്യം. പ്രതിപക്ഷ കക്ഷികളുടെ മഹാസഖ്യത്തിൽ ആരാണ് പ്രധാനമന്ത്രിയാവുകയെന്നും അദ്ദേഹം ചോദിച്ചു. Any abuse of data of Indians to influence the election will not be acceptable. Indians want a leader who can take decisions. Who is the Prime Minister candidate? Let me ask you a question. Is it Mamta ji? Is it Mayawati ji? Is it Akhilesh ji? Is it Sharad Pawar ji? Who are there? You have a combination which is leaderless, rudderless, programless. And India on the rising mood. This is a mismatch. തെരഞ്ഞെടുപ്പ് സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. കർഷകർക്ക് 6000 രൂപ നൽകാനുള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടെന്നായിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ആരോപണം. കർഷകർ ബുദ്ധിശൂന്യരാണെന്ന് BJP കരുതരുത്. ബ്രിട്ടീഷുകാരോട് പോരാടിയ കോൺഗ്രസിനെ ദേശീയത പഠിപ്പിക്കാൻ BJP ആരാണെന്നും കമൽനാഥ് ചോദിച്ചു. 2000 rupees 2 months before an election. And do you think the farmer in this country is stupid? Instead of the farmers looking for that 15 lakhs of rupees which was promised. റൈസിംഗ് ഇന്ത്യയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വ്യവസായികളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് പൊതുമേഖലാ ബാങ്കുകളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സമാധാനത്തിനായി വിപ്ലവം ആവശ്യമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത ബാബ രാംദേവും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. അയോധ്യ തർക്കഭൂമി കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. 2.77 ഏക്കർ തർക്കഭൂമി 3ആയി വിഭജിച്ച് നൽകിയ അലഹബാദ് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികളാണ് കോടതി പരിഗണിക്കുക. കേസിൽ ദൈനംദിന വാദം കേൾക്കണമോ എന്നതിൽ തീരുമാനമുണ്ടാകും. തർക്കഭൂമി ഒഴികെയുള്ളവ ഉടമകൾക്ക് തിരികെ നൽകണമെന്ന കേന്ദ്ര സർക്കാർ അപേക്ഷയും ഹർജികൾക്കൊപ്പം പരിഗണനയ്ക്കെത്തും. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ സംഘപരിവാർ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. തർക്കഭൂമി 3ആയി വിഭജിച്ചു നൽകിയ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരായ 14 അപ്പീലുകളും ഒരു റിട്ട് ഹർജിയുമാണ് ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ. കേസിൽ വിശദമായ വാദങ്ങളിലേക്ക് കോടതി ഇന്ന് കടക്കാൻ സാധ്യതയില്ല. അന്തിമവാദം എപ്പോൾ ആരംഭിക്കണം, ഓരോ കക്ഷിക്കും വാദത്തിന് എത്ര സമയം അനുവദിക്കണം എന്നീ കാര്യങ്ങളാണ് ബെഞ്ച് തീരുമാനമെടുക്കുക. നിയമപ്രകാരം ഏറ്റെടുത്ത തർക്കഭൂമിയല്ലാത്ത 67.39 ഏക്കർ രാമജന്മഭൂമി ന്യാസ് അടക്കമുള്ള ഉടമകൾക്ക് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയും ഹർജികൾക്കൊപ്പം പരിഗണനയ്ക്കെത്തും. കേസിൽ കക്ഷി ചേരാനുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ നീക്കത്തെ സുന്നി വഖഫ് ബോർഡ് എതിർക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, SI ബോബ്ഡെ, അശോക് ഭൂഷൺ, AK നസീർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേസിൽ അന്തിമവാദം തുടങ്ങി തീരുമാനമുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ നിയമകേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ഗുജറാത്ത് MLAയും പിന്നാക്ക സംഘടനാ നേതാവുമായ ജിഗ്നേഷ് മേവാനി. അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തുന്ന ഇടതു പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിക്കാനാകുമെന്നും ജിഗ്നേഷ് മേവാനി പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാശപ്പെടുത്തിയ നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താനാവില്ലെന്ന് ജിഗ്നേഷ് മേവാനി. He gave the promise of Achhe Din for Dalits, no. Achhe Din for tribals, no. Achhe Din for minorities, no. Achhe Din for women, no. Achhe Din for the youth, no. Achhe Din not even for the unemployed youth of BJP, RSS and ABVP. 35 ലക്ഷം പേർക്കാണ് മോദിയുടെ ഭരണകാലത്ത് തൊഴിൽ നഷ്ടമായത്. കർഷകാത്മഹത്യകൾ പെരുകിയ കാലമായിരുന്നു ഇക്കഴിഞ്ഞത്. He has emerged as a symbol of grand failure. He is most incompetent prime minister. He couldn't deliver at all. മോദിയെ നേരിടാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനാണോ എന്ന ചോദ്യത്തോടുള്ള പ്രതികരണം ഇങ്ങനെ. We all are capable to challenge Modi. Not just Rahul Gandhi. You, me, we all are capable to challenge Modi. ഇടതു പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തമായ പങ്കുവഹിക്കാനാകുമെന്നും മേവാനി. Left parties will be playing an important role. They will be playing the important role to set the agenda to bringing out the right kind of issues. Farmer suicides, agrarian crisis, minimum support of rights, 2 crore jobs, inflation, land reforms. These are the major issues that land. R. Kiran Babu, Political Bureau, News 18.
ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 35A ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്നു മുതൽ വാദം കേൾക്കും. കാശ്മീരിലെ സർക്കാർ ജോലി, ഭൂമി ഇടപാടുകൾ, മറ്റ് പൊതുപദ്ധതികൾ എന്നിവയുടെ എല്ലാം ഗുണഭോക്താക്കൾ കശ്മീരികൾ മാത്രമായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണഘടനയുടെ പ്രത്യേക വകുപ്പ്. ആർട്ടിക്കിൾ 35A അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ വിഘടനവാദി നേതാക്കളും PDP നേതാവ് മെഹബൂബ മുഫ്തിയും രംഗത്ത് വന്നു. റഫാൽ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യമില്ലെന്ന വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ഉച്ചയ്ക്ക് 1:45 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചേംബറിലാണ് ഹർജികൾ പരിഗണിക്കുക. പുനഃപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യത്തിൽ ഇന്ന് ബെഞ്ച് തീരുമാനമെടുക്കും. റഫേൽ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ തള്ളിയതിനെതിരെ 2 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിമാരായ അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ, അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവരാണ് ഒരു പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ആണ് രണ്ടാമത്തെ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത്. റാഫേൽ ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ച ബെഞ്ചിനെ കേന്ദ്ര സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് പുനഃപരിശോധനാ ഹർജികളിലെ പ്രധാന വാദം. പാമോലിൻ ഇറക്കുമതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതിയിൽ ഇന്ന് അന്തിമവാദം തുടങ്ങിയേക്കും. മുൻ ചീഫ് സെക്രട്ടറിമാരായ PJ തോമസ്, ജിജി തോംസൺ, മുൻ മന്ത്രി TH മുസ്തഫ എന്നിവർ നൽകിയ ഹർജികളിലാണ് അന്തിമവാദം. ജസ്റ്റിസ് AM ഗാൻവിൽക്കർ, ജസ്റ്റിസ് രഞ്ജയ് രസ്തോഗി എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുക. കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്നാണ് PJ തോമസിന്റെയും ജിജി തോംസന്റെയും വാദം. 3 പേരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ സംസ്ഥാന സർക്കാരും VS അച്യുതാനന്ദനും എതിർത്തേക്കും. സീനിയർ അഭിഭാഷകനായ ഹരീഷ് സാൽവെയാണ് PJ തോമസിനു വേണ്ടി ഹാജരാകേണ്ടത്. സാൽവെ വിദേശത്തായതിനാൽ ഹർജികൾ പരിഗണിക്കുന്നത് 4 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് PJ തോമസിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷയും ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പോസ്റ്റർ പതിച്ച വിഷയത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികൾ കുറ്റം നിഷേധിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റിൻഷാദിന്റെയും മുഹമ്മദ് ഫാരിസിന്റെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. കശ്മീർ വിഷയത്തിൽ ഒട്ടിച്ച പോസ്റ്ററിൽ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത്. വാർത്തകളിലേക്ക്. വർദ്ധിച്ചുവരുന്ന ഇന്ധന ചെലവ് മറികടക്കാൻ നിരത്തിലിറക്കിയ ഇലക്ട്രിക് ബസ്സുകൾ KSRTCക്ക് അധിക ബാധ്യത വരുത്തുമെന്ന് കണക്കുകൾ. ആദ്യ ദിവസം തന്നെ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിടേണ്ടി വന്നത് ദീർഘദൂര സർവീസുകൾക്ക് ഇലക്ട്രിക് ബസ് പ്രായോഗികമല്ല എന്നതിന്റെ തെളിവാണ്. ദിനംപ്രതി വർദ്ധിക്കുന്ന ഇന്ധന ചെലവ്, ഡീസൽ എഞ്ചിന് ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇവയെല്ലാം പരിഹരിക്കാനാണ് ഇലക്ട്രിക് ബസ്സുകൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിലെ സർവീസുകൾ പൂർണ്ണമായി ഇലക്ട്രിക് ബസ്സുകളാക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പ്രാവർത്തികമാക്കണമെങ്കിൽ പോലും സർക്കാരിന് മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളികളാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ബസ്സുകൾക്ക് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഡ്രൈവറും സർവീസും വാടകയ്ക്ക് ബസ് നൽകുന്ന കമ്പനി തന്നെയാണ് നോക്കേണ്ടത്. കണ്ടക്ടറെയും വൈദ്യുതിയും KSRTC നൽകും. തിരുവനന്തപുരം എറണാകുളം സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സിന് എല്ലാ സീറ്റിലും യാത്രക്കാരുണ്ടായാൽ പോലും 12,716 രൂപയെ വരുമാനം ലഭിക്കൂ. അതേസമയം കിലോമീറ്ററിന് 43 രൂപ 20 പൈസ നിരക്കിൽ 9,504 രൂപ വാടക നൽകേണ്ടി വരും. ഇതിനു പുറമെയാണ് കണ്ടക്ടറുടെ ശമ്പളവും വൈദ്യുതിയുടെയും ടോളിന്റെയും അടക്കമുള്ള മറ്റു ചെലവുകളും. അങ്ങനെ വരുമ്പോൾ ആകെ ചെലവ് 13,000 കടക്കും. മൊത്തം ദൂരം 400 കിലോമീറ്ററിൽ കൂടിയാൽ വാടക നിരക്ക് കൂടും. ഈ സാഹചര്യത്തിൽ കരാർ തുക പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തട്ടിപ്പ് ഒരുപക്ഷെ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവൺമെന്റ് വളരെ ഗൗരവത്തോടു കൂടി, അല്ലെങ്കിൽ KSRTCയുടെ പുതിയ മാനേജ്മെന്റ് വളരെ ഗൗരവത്തോടു കൂടി ഇലക്ട്രിക് ബസിന്റെ കരാർ പുനഃപരിശോധിക്കാൻ വേണ്ടി തയ്യാറാകണം. നേരത്തെ ഇരുന്ന CMD ഉണ്ടാക്കിയ ഈ കരാറിൽ മറ്റാർക്കെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഒരു പരിശോധന കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം. തീർച്ചയായും ഇത്രയേറെ വലിയ തുക ഇതിന്റെ ബസിന്റെ വാടക ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിലും ലാഭകരമായി ഇലക്ട്രിക് ബസ് സംവിധാനം നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇന്നു മുതൽ ഹരിപ്പാടും യാഥാർത്ഥ്യമാകുന്നതോടെ ഇലക്ട്രിക് ബസ് വഴിയിൽ കിടക്കേണ്ടി വരില്ല എന്നാണ് KSRTC മാനേജ്മെന്റ് പറയുന്നത്. പക്ഷേ ചാർജിങ്ങിനെടുക്കുന്ന സമയം യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമെന്നതിൽ സംശയമില്ല. വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്കും
ഇലക്ട്രിക് ബസ്സുകൾക്ക് വെല്ലുവിളിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം തമ്പാനൂരിലെ KSRTC കെട്ടിട സമുച്ചയത്തിൽ സിനിമാ തിയേറ്റർ ഒരുങ്ങുന്നു. അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സ്മരണയ്ക്കായി ലെനിൻ സിനിമാസ് എന്ന് പേരിട്ടിരിക്കുന്ന തിയേറ്റർ ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് സജ്ജമാക്കുന്നത്. തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. 4K 3D പ്രൊജക്ഷൻ, ഡോൾഫി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം, പുഷ്ബാക്ക് ഇരിപ്പിടങ്ങൾ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പുതിയ തിയേറ്ററിലുണ്ട്. 150 പേർക്ക് ഇരിക്കാവുന്ന സീറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അന്തരിച്ച സംവിധായകനും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമായിരുന്ന ലെനിൻ രാജേന്ദ്രന്റെ ഓർമ്മ നിലനിർത്തിയാണ് തിയേറ്ററിന് ലെനിൻ സിനിമാസ് എന്ന പേര് നൽകിയത്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു 3D 4K അറ്റ്മോസ് ഫെസിലിറ്റി, സൗണ്ടിൻ്റെ ഏറ്റവും നല്ലൊരു രീതിയിലുള്ളൊരു ഫെസിലിറ്റിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിനിമയുടെ ഒരു വിഷ്വൽ ഇമ്പാക്റ്റും സിനിമയായിട്ട് 90 years ഓഫ് മലയാളം സിനിമ എന്നുള്ള ഒരു ബന്ധപ്പെടുത്തിയുള്ള ഒരു വിഷ്വൽ ഇമ്പാക്റ്റാണ് അവിടെ വെളിയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. കൊച്ചി തിയേറ്ററാണ് 150 സീറ്റർ, ബട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സും ഏറ്റവും നല്ല ഫെസിലിറ്റീസുമാണ് അവിടെ കൊടുക്കുന്നത്. പാർക്കിംഗ് ഉൾപ്പെടെ നമ്മൾ KTDFC ആയിട്ട് സംസാരിച്ച പാർക്കിംഗ് സ്ലോട്ട്സും ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 6 ജില്ലകളിലായി 17 തിയേറ്ററുകളാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന് സ്വന്തമായിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിലെ KSFDCയുടെ 5ാമത് തിയേറ്ററാണ് ലെനിൻ സിനിമാസ്. KSRTC കോംപ്ലക്സിനോടനുബന്ധിച്ച് വിപുലമായ പാർക്കിംഗ് സൗകര്യവും സിനിമ കാണാൻ എത്തുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈബ്രറി സമയം രാത്രി 9 മണി വരെ ആക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ SFI സമരം ആരംഭിച്ചു. തീരുമാനം അംഗീകരിക്കും വരെ ക്ലാസിന് ശേഷം രാത്രി വരെ ലൈബ്രറിക്ക് മുന്നിൽ സമരം നടത്താനാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൽ പ്രവേശിക്കാനുള്ള സമയം 9 മണി വരെയാക്കി നേരത്തെ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഓഫീസ് സമയം കഴിഞ്ഞാൽ ലൈബ്രറി പ്രവർത്തിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. ഇതോടെയാണ് SFI സമരത്തിലേക്ക് നീങ്ങിയത്. തിരുവനന്തപുരം കിള്ളിയാറിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ 2ാം ഘട്ടത്തിലേക്ക്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2ാം ഘട്ട വൃത്തിയാക്കൽ ആരംഭിച്ചു. 25,000 പേരെ പങ്കെടുപ്പിച്ച് കോർപ്പറേഷൻ പരിധിയിൽ കിള്ളിയാർ മെഗാ ക്ലീനിംഗ് ഇന്ന് തുടക്കമാകും. കിള്ളിയാർ പുനരുജ്ജീവന ലക്ഷ്യമിട്ടുള്ള ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് നെടുമങ്ങാട് ബ്ലോക്ക് 2ാം ഘട്ടം ആരംഭിച്ചത്. വീണ്ടെടുത്ത കിള്ളിയാറിനെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് 2ാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. കിള്ളിയാറിന്റെ ഇരുകരകളും സൗന്ദര്യവൽക്കരിക്കും. കിള്ളിയാറിന്റെ ഉത്ഭവം മുതൽ വഴയില വരെയാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരകുളം 4 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മുനിസിപ്പാലിറ്റി നെടുമങ്ങാട് ഉൾപ്പെടുന്ന 22 കിലോമീറ്ററിനുള്ളിൽ 1200-ലധികം മാലിന്യ പൈപ്പുകളാണ്, കിള്ളിയാറിലേക്ക് ചൂണ്ടിയിരുന്ന മാലിന്യ പൈപ്പുകളാണ് സ്വയം ആളുകൾ അടയ്ക്കുകയും അധികാരം ഉപയോഗിച്ച് അടപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മാലിന്യവാഹിനി എന്നുള്ള പേരുദോഷം കിള്ളിയാറിൽ മാറിയിട്ടുണ്ട്. നല്ല ശുദ്ധജലവാഹിനിയായി മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അത് ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് കണ്ടാണ് ഈ കരകവിയാത്ത കിള്ളിയാർ എന്ന 2ാം ഘട്ട പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 25,000 പേരെ പങ്കെടുപ്പിച്ചുള്ള ഏകദിന ശുചീകരണം വഴയില മുതൽ ആരംഭിക്കും. കല്ലടിമുഖം വരെ 13.5 കിലോമീറ്ററാണ് വൃത്തിയാക്കൽ. 16 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരായ AC മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരും പങ്കാളികളാകും. ന്യൂസ് 18 തിരുവനന്തപുരം.